നാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്നുള്ളതാണ്. സഹോദരനയ്യപ്പം പറഞ്ഞിട്ടുള്ളത് ഒരു ജാതിയും വേണ്ട, ഒരു മതം വേണ്ട, ഒരു ദൈവം ഇല്ല, മനുഷ്യൻ എന്നുള്ളതാണ്. ഞാൻ സെമിനാരിയിൽ പോയിട്ടുള്ള ആളാണ്. അതിൻ്റെ ആ പളപളപ്പും മിനുമിനുപ്പും ആ സുഗന്ധവും ആ സാഹചര്യങ്ങളൊക്കെ ദൈവമുണ്ടെന്ന് നമ്മളെ തോന്നിപ്പിച്ചിരുന്നു. ഈ മനുഷ്യരുടെ ദാരിദ്ര്യത്തിനെയും അറിവില്ലായ്മേനെയും കൃത്യമായിട്ട് ചൂഷണം ചെയ്തിട്ട് ജീവിക്കുന്ന വർഗമാണ് ഈ പുരോഹിത വർഗം. നമ്മുടെ മക്കളൊന്നും അങ്ങനെ ഒരു ലോജിക്കും ഇല്ലാതെ അന്ധവിശ്വാസികളായിട്ട് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് ലൈഫ്, വൺ ലൈഫ്. ഇത് രസാവട്ടെ. അന്ന് നമ്മൾ ഒന്നിച്ചിരുന്നൊരാ കാലം മറന്നു പോയോ, അത് ഓർമ്മയിൽ ഇന്നും പച്ച പിടിച്ചൊരു നീലമേലേവാനം. നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്സ്, അതിൽ കൂടിയിട്ടുള്ള റിലീജിയൻ, അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? മതം നവീകരിക്കപ്പെടാതെ നിൽക്കുന്ന സാധനങ്ങളല്ല ഇതൊക്കെ. അപ്പം ഇത് എത്രയാണ് ഇനി എത്ര കാലം ഇത് വെച്ച് ഓടിക്കാൻ പറ്റും നമ്മൾ വിചാരിക്കുന്നത്? അതെല്ലാ മതങ്ങളുടെ അവസ്ഥ അതാണല്ലോ. നമ്മളിപ്പോൾ ക്യാമ്പസുകളിൽ പോകുമ്പോൾ അവരോട് സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങൾ, അതിനെ വിശ്വസിക്കുക, ഉറച്ച് വിശ്വസിക്കുക. പക്ഷെ അതിനെ നവീകരിക്കുന്നതിനെ കുറിച്ച് കൂടി ചിന്തിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന മതം ഉണ്ടായിരിക്കാം, അതിനെ നവീകരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം എന്താണെന്ന്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആളുകളെ ചൂഷണം ചെയ്യല്ലേ. ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരാൾ അയാളുടെ സകല വിശ്വാസത്തിൻ്റെ അതിൻ്റെ ഏറ്റവും ആഴത്തിൽ നിന്നുകൊണ്ട് അയാൾ കഷ്ടപ്പെട്ട് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് ആൾ എന്തെങ്കിലും ഒരു തരി പൊന്നോ അല്ലെങ്കിൽ ഒരു വെള്ളിതോ അല്ലെങ്കിൽ ഇത്തിരി പൈസയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത് വഴിപാടാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് കൊടുക്കണം. അപ്പുറത്തതെല്ലാം കൂട്ടി അവർ കൊണ്ടുപോയിട്ട് അവർ ആ കുറച്ച് പേര് കൂടി അത് പങ്കിട്ടെടുക്കണം. എന്നിട്ട് കുറച്ച് ദൈവത്തിൻ്റെ ആണെന്ന് പറയണം. ഇത് ഇപ്പം നമ്മൾ പറയണത്, ഇപ്പം നമ്മൾ ഈ നിലനിൽക്കുന്ന വിശ്വാസങ്ങൾ, ഈ വിശ്വാസങ്ങളും നമ്മൾ അന്ധവിശ്വാസങ്ങളും തമ്മിൽ എന്തോരം ദൂരമുണ്ടെന്നുള്ളതും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര തമാശയല്ലേ. ഇപ്പം നമ്മൾ ദൈവം നമ്മളെ രക്ഷിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഉത്സവത്തിന് പോകണം. അവിടെ ആന ഓടി മറ്റേ ചവിട്ടി കൊല്ലണ സമയത്ത് നമ്മൾ ഇപ്പുറത്ത് ചവിട്ട് കൊള്ളാത്താൻ പറയുന്നുണ്ട്, ദൈവമേ എന്നെ രക്ഷിച്ചില്ല നീ എന്ന് പറയുന്നുണ്ട്. ചവിട്ട് കൊണ്ടോൻ പറയുന്നുണ്ട്, എന്നെ നീ രക്ഷിച്ചില്ല അല്ലടാ, അല്ലെങ്കിൽ അപ്പോഴും അവസാനം വിളിക്കുന്നുണ്ടെന്ന്. മറ്റേ ആനപ്പുറത്തിരിക്കണമെന്ന് വിചാരിക്കണത് അവനും വിളിക്കുന്നത് സെയിം ദൈവത്തിനെയാണെന്ന്. ഇത് കഴിഞ്ഞിട്ട് കണ്ടു നിൽക്കുന്ന ആൾക്കാർ, ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞ ആൾക്കാർ ഭാഗ്യം, ഭഗവാന്റെ സന്നിധിയിലാണല്ലോ മരിച്ചതെന്ന്. അല്ല, ഇങ്ങനെയാണല്ലോ ഇതിന്റെ ലോജിക്ക് കിടക്കണത് നമ്മൾ പറയണതേ. അപ്പൊ ഈ മരിച്ച ആളുടെ വീട്ടുകാരെ എന്തിട്ട് പറയാ? ആനപ്പുറത്തുനിന്ന് വീഴാണ്ട് രക്ഷപ്പെട്ടവരുടെ വീട്ടുകാരെന്താ പറയുക? ഭാഗ്യസ്റ്റ് അച്ഛൻ വീട്ടിലേക്ക് എത്തി, സമാധാനമായി, ഇന്ന് പോകേണ്ടതായിരുന്നു എന്ന് പറയണത്. മറ്റേ മരിച്ചു പോയവരെന്ത് പറയും? അപ്പം ഈ പിന്നെ ഈ ദൈവത്തിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ശരിയാക്കി തരാനായിട്ട് നിൽക്കാനല്ലാണ്ട് നമ്മൾ ഒരെണ്ണം ചോദിച്ചു, ഇയാൾ തന്നു, നമ്മളൊരെണ്ണം ചോദിച്ചു, ചിലപ്പോൾ തന്നില്ല, അപ്പം അത് വിധിയായി, അല്ലെങ്കിൽ നമ്മുടെ കർമ്മദോഷമായി, കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗ്യമായി. ഇങ്ങനെ ഇതിന് ഒരു ബന്ധമില്ല. എന്തത് നമ്മൾ ജീവിതത്തിന് നമ്മളിപ്പോൾ തൃശ്ശൂരിന് ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ഓർഗനൈസ് ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ. എന്നിട്ട് നമ്മൾ ഇതിനൊക്കെ കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ. വണ്ടി വിളിക്കേണ്ടി വരുന്നുണ്ട്, അയാളോട് പറയേണ്ടി വരുന്നുണ്ട് ഇത്ര സമയത്തിനുള്ളിൽ അവിടെ എത്തണം. അപ്പോൾ നമ്മുടെ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഇടയ്ക്ക് നമുക്ക് പോകുമ്പോൾ നമുക്കൊരു ചായ കുടിക്കണം, അപ്പോൾ അവിടെ നിർത്തണം. ഇങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾ അയാൾ കേൾക്കുന്നു, അതിനൊരു റിസൾട്ട് ഉണ്ടാവുന്നുണ്ടല്ലോ. മറ്റേതുപോലെ തന്നെയാണ് നമ്മൾ ദൈവത്തിനോട് ചോദിക്കണം, എൻ്റെ പ്രശ്നങ്ങൾ തീരണം, എനിക്ക് ഇപ്പം വണ്ടി പുറപ്പെടുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ദൈവത്തിനോട് പറയാം, അത് ദൈവമേ അവിടെ എത്തണം എന്ന് പറയണു. പക്ഷേ നമ്മൾ ഈ ഡ്രൈവറോട് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയണില്ല. അയാളോട് പറയണം നമ്മൾ അവിടെ 4 മണിക്ക് അവിടെ എത്തണം, നമ്മൾ ഇനി 1 മണിക്കൂറുള്ള നീ പെടച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വണ്ടി എവിടെയെങ്കിലും കൊണ്ട് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ദൈവത്തിനോട് പറഞ്ഞിട്ട് ദൈവം വല്ലതും ചെയ്യുമോ? ഡ്രൈവറോട് പറയേണ്ട കാര്യമായിരുന്നല്ലോ, പൊന്നു മോനെ നീ ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ബ്രദർ നമുക്ക് അവിടെ എത്തണം, പക്ഷേ തിരക്കുണ്ട്, പക്ഷേ നീ സേഫായിട്ട് ഓടിക്കണം. അപ്പം ഇവിടെയൊക്കെ നമ്മൾ മനുഷ്യരായിട്ട് ഇടപെടുന്നിടത്ത് മുഴുവൻ നമ്മൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഈ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ഈ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മര്യാദക്കുള്ള മറുപടി കിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടാത്ത കാര്യങ്ങളാണല്ലോ അവരുടെ കയ്യിലിരിക്കുന്നത്. 32 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സെമിനാരിയിൽ പോയിട്ടുള്ള ആളാണ്, പള്ളിയിൽ അച്ഛനാവാൻ പോയിട്ടുള്ള ആളാണ്. ഇവരാരും പോയിട്ടില്ല കേട്ടാ. ആള് കണ്ട ആള്. പക്ഷെ ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ നമ്മൾ അതുവരെ കേട്ടിട്ടുള്ള ശീലിച്ചിട്ടുള്ള ഈ ദൈവവും ഈ പറയുന്ന അയൽപ്പക്കക്കാരനെ സ്നേഹിക്കണം, അല്ലെങ്കിൽ ദയ ഉണ്ടാവണം, പങ്കുവെക്കണം, ഇതൊക്കെ പറയണം. നമ്മൾ പള്ളിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് അതൊരു മനോഹര അനുഭവമാണ് തീർച്ചയായിട്ടും. കൂട്ടുകാരുണ്ട്, പാടുകൾ, കുറേ വിശ്വാസികളായിട്ട് മനുഷ്യരുണ്ട്. ആ മനുഷ്യരൊന്നും കുഴപ്പക്കാരല്ല, ഒരു കുഴപ്പമില്ല, അവരോടൊക്കെ വളരെ സ്നേഹമാണ്. കാരണം നമ്മുടെ പോലെ തന്നെയാണ് അവരുടെ അവസ്ഥ. ജീവിതം എന്ന് പറയുന്നതിന് ഓരോ ദിവസം കഴിയുന്ന സമയത്ത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, കൈകാര്യം ചെയ്തു പോകാൻ ബുദ്ധിമുട്ടുണ്ട് ആ കുട്ടി ആ പ്രായത്തിൽ പോലും. പക്ഷേ
നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊക്കെ ശരിയാക്കാനായിട്ടെന്നുള്ള പോലൊരു സംവിധാനം ഇരിക്കുന്നുണ്ട്. അത് പള്ളിയിൽ അച്ഛന്മാരുണ്ട്, നമുക്കവർ മൂല്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഞാനൊരു വർഷം ഒരു സെമിനാരിൽ ജീവിച്ച ആളാണെന്ന്. ഒരു വർഷം അവിടെ ജീവിക്കേണ്ടി വന്നുള്ളൂ എന്ന്. ആ ഒരു വർഷം കൊണ്ട് തന്നെ 16 വയസ്സിൽ ഞാൻ ആത്മഹത്യ വരണതിനെ കുറിച്ച് ഞാൻ കാര്യമായിട്ട് ആലോചിച്ചിട്ടുണ്ട്. അതത്രേ അവിടുത്തെ മനുഷ്യപ്പറ്റില്ലായ്മ, അവിടെ ദൈവം ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അവിടെ ജീവിച്ചപ്പോഴാണ്. അകലെ നോക്കുന്ന സമയത്ത് അവിടെ ദൈവം ഉണ്ടായിരുന്നു. അതിൻ്റെ ആ പളപളപ്പും മിനുമിനുപ്പും ആ സുഗന്ധവും ആ സാഹചര്യങ്ങളൊക്കെ ദൈവമുണ്ടെന്ന് നമ്മളെ തോന്നിപ്പിച്ചിരുന്നു. പക്ഷെ നമ്മൾ അതിൻ്റെ അടുത്തെത്തി കഴിഞ്ഞ സമയത്ത് നമുക്ക് മനസ്സിലായി ദൈവമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിലില്ല എന്ന്, എൻ്റെ ഉള്ളിൽ ഉണ്ടാവാന്ന്. എൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത് അതൊരു സങ്കല്പമാണല്ലോ. ഞാൻ അങ്ങനെ വിചാരിക്കുകയാണല്ലോ, ഇത് എനിക്കുണ്ട്, എൻ്റെ കൂടെ ഉണ്ട്, ദൈവം ഉണ്ടെന്ന്. നമ്മൾ അവരുടെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ച് അവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുന്ന സമയത്ത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഈ സംവിധാനം വലിയൊരു കോർപ്പറേറ്റ് ആണല്ലോ. ഇത്രയും അല്ലെങ്കിൽ എന്തിനാണ് സ്വർണം, എന്തിനാണ് സ്വർണ്ണ കിരീടം, എന്തിനാണ് സ്വർണ്ണ സിംഹാസനം, എന്തിനാണ് മറ്റേ അംശവടി, തലപ്പാവ്, തേങ്ങ മാങ്ങ. എത്ര കോടിക്കണക്കിന് വിശ്വാസികൾ തന്നെ പട്ടിണി കടന്നു വരികയുണ്ട്. ഈ എല്ലാ മതങ്ങളും, നമ്മൾ ഈ പറയുന്ന വ്യവസ്ഥാപിതമായിട്ടുള്ള എല്ലാ മതങ്ങളുടെയും വിശ്വാസികളുടെ അവസ്ഥ നോക്ക്. ഇവിടെ ഒരാള് മറ്റേ അലക്കാണ്, 1.5 കിലോ അലക്കി സ്വർണം, കോടികൾ വിലയുള്ളത്. ഇപ്പുറത്ത് നിത്യം എന്ന് പറയുന്ന ഒരു അവസ്ഥ കടന്നു പോകാനായിട്ട് ഇതേ ദൈവത്തിനോട് കരയേണ്ടി വരുന്ന ഒരു വിശ്വാസി ഉണ്ടെന്ന്. അപ്പം ഈ മനുഷ്യരുടെ ദാരിദ്ര്യത്തിനെയും അറിവില്ലായ്മേനെയും കൃത്യമായിട്ട് ചൂഷണം ചെയ്തിട്ട് ജീവിക്കുന്ന വർഗമാണ് ഈ പുരോഹിത വർഗം. അത് പറയുമ്പോൾ അവർ നമ്മളെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് വെറുക്കാം, നമ്മളെ ഏറ്റവും മോശക്കാരായിട്ട് ചിത്രീകരിക്കാം, നമ്മളുടെ ശരികേടുകളെ തേടി പിടിച്ച് അവർക്ക് പറയാം. പക്ഷെ അപ്പോൾ പോലും നമുക്ക് ഉറപ്പുള്ളത്, നമുക്ക് ഒരു വിശുദ്ധ ഗ്രന്ഥം എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ വിശുദ്ധ ഗ്രന്ഥമൊന്നുമല്ല, ഇതൊക്കെ മാറാനായിട്ടുള്ളതാണ്, മാറ്റപ്പെടാനുള്ളത് തന്നെയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് കുറെ കൂടി ഉറപ്പ് തോന്നുന്നതാണ് ഈ പറയുന്ന ഭരണഘടന. മനസ്സിലായോ? കാരണം എന്താ വെച്ചാൽ മറ്റേ സ്ഥലത്തൊന്നും ഈ പറയുന്നതല്ലാതെ ഇതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് പിന്നെ ഞാൻ പറയേണ്ടി വന്നു, കർത്താവിനോട് ഞാൻ പറയേണ്ടി വന്നു, ഗഡി നമ്മൾ തമ്മിൽ നേരിട്ടാവാം, അല്ലാണ്ട് ഈ ഇടനിലക്കാരായിട്ട് നമുക്കൊരു ഏർപ്പാടില്ല എന്നുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇഷ്ടംപോലെ സമയം കിട്ടി, നമുക്ക് പുതിയ സൗഹൃദങ്ങൾ കിട്ടി, പുതിയ സാഹചര്യങ്ങൾ കിട്ടി. ഈ സമയം കിട്ടി എന്ന് പറയുന്ന സമയത്ത് ഈ സമയം നമ്മുടെ ഉള്ളിലുള്ള കുറെ കുറ്റബോധങ്ങളെ എടുത്തു കളഞ്ഞിട്ട് കിട്ടിയേക്കണ സമയം കൂടിയാണ്, വെറുതെ കിട്ടണമല്ല. മറ്റേത് നമ്മളിത് അങ്ങോട്ട് പോയില്ലോ, അത് ചെയ്തില്ലോ, അത് മുഴുവൻ പ്രശ്നമാണല്ലോ. ഇപ്പുറത്ത് നമുക്ക് വേണ്ടിയിട്ട് ഈ പുലർച്ചെ എണിച്ചിട്ട് പള്ളിയിൽ പോയിരുന്നിട്ടോ അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോകുന്ന മനുഷ്യർ നമ്മുടെ അവിടെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനോ, ഏറ്റവും രസമായിട്ടുള്ള മറ്റേ വയലൻസ് ഒന്നും ഇല്ലാതെ സ്നേഹത്തോടു കൂടി ക്ഷമയോട് കൂടിയിട്ട് കുട്ടികളോടോ പ്രായമായിട്ടുള്ളവരോടോ കൂടി ഇടപെടാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാനായിട്ട് ഈ സെയിം സമയം ഉപയോഗിക്കാം. റോഡിൽ കിടക്കുന്ന ചപ്പും ചോറും വാരി കളയാനായിട്ട് ഈ പറയുന്ന 1500 ആൾക്കാർ ഒന്ന് നടന്നാൽ മതി. ഇന്ന് നാട് നന്നായിന്ന്. നിങ്ങൾ പോകുന്ന ഇവിടെ നിന്ന് വിട്ട് ഇപ്പോൾ ഒരു പള്ളിയിലേക്ക് അമ്പലത്തിലേക്ക് പോകുന്നത് നിങ്ങളുടെ റോഡിൻ്റെ 2 വെറുതെ പറയാട്ടെ, തമാശയായിട്ട്. ഇതൊക്കെ നമുക്ക് അങ്ങനെയും കൂടി അതിരുകളില്ലാതെ നമുക്ക് ഭാവന ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാനിവിടുന്ന് പോണ സമയത്ത്, ഞാൻ എൻ്റെ പള്ളി വരെ പോണ സമയത്ത് റോട്ടിൽ കിടക്കുന്ന ചപ്പും ചോറ് ഞാനൊരു പ്ലാസ്റ്റിക് കവറിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി പള്ളിയിൽ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ അയാൾ ഇതിനൊരു സിസ്റ്റം ഉണ്ടാക്കുന്നു. കാരണം കുറച്ചുകൂടി കേന്ദ്രീകൃതമായിട്ടുള്ള സംവിധാനമാണല്ലോ അവർ കൊണ്ടുവന്നേക്കണ വേസ്റ്റ് മുഴുവൻ അവരതിനെ എങ്ങനെ ഡിസ്പോസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ റീസൈക്കിൾ ചെയ്യാനോ റീയൂസ് ചെയ്യാനോ എന്തിനാണെന്നുണ്ടെങ്കിലും അതിന് വേണ്ട സംവിധാനം ഉണ്ടാക്കണം. അപ്പോൾ എന്നിട്ട് നിങ്ങൾ പിന്നെ തിരിച്ച് നടന്നു വരണത്, പള്ളിയിൽ നിന്ന് വരണത് കുറച്ചുകൂടി വൃത്തിയുള്ള റോഡിലൂടെയാണ്. അപ്പം നമുക്ക് അതിനൊരു ഗുണമുണ്ടെന്ന് നമുക്ക് തോന്നാം. ഇത് നിങ്ങളുടെ എല്ലാ വ്യാകുലതകളും കഷ്ടപ്പാടുകളും പറയാനായിട്ട് അവിടെ പോകുന്നു. അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് മുഴുവൻ അറിയാലോ, അയ്യോ ഇതിന് ഒരു ബോധമില്ല, ഇതിനെ എങ്ങനെ വേണമെങ്കിൽ പറ്റിക്കാം. കാരണം അല്ലെങ്കിൽ ഇവർക്ക് ഇത്ര കാലം കൊണ്ട് മനസ്സിലാവേണ്ടതല്ലേ ജീവിതത്തിൽ ഞാൻ ആരാണെന്ന്, അവനവൻ ആരാണെന്നുള്ളതും ഈ നിൽക്കണ പുരോഹിതനായിട്ട് നിൽക്കണ ഞാൻ ആരാണെന്ന് അവർക്ക് മനസ്സിലാവുമല്ലോ. പറഞ്ഞതുപോലെ നല്ല രീതിയിലുള്ള ചൂഷണം ഇപ്പൊ കുട്ടി ദൈവങ്ങൾ വരെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ശരിക്കും ഈ ഒരു റിലീജിയൻ എന്ന് പറയുന്നത് ഇപ്പൊ പൊളിറ്റിക്സിലും വളരെ കൂടുതലാണല്ലോ. പല പൊളിറ്റിക്കൽ പാർട്ടിയും റിലീജിയൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആൾക്കാരെ ചൂഷണം ചെയ്യുന്നത്. രാജ്യത്തിന്റെ ഭരണഘടന കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് പൊളിറ്റിക്സും റിലീജിയനും മിക്സ് ചെയ്യരുത്. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യാനുള്ള ഒരു ഇലക്ടോറൽ സംവിധാനത്തിലല്ല ഈ രാജ്യം വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മള് എന്തൊക്കെ പറയുമ്പോഴും ഞാനിടയ്ക്ക് ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നേരത്തെ അത് മാറ്റം പറഞ്ഞത്, അതായത് നമ്മൾ 75 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു പുതിയ രാജ്യമാണ്. ഇപ്പം നമ്മുടെ അടുത്ത തലമുറ ഈ പഴയ ആൾക്കാർ ഉപയോഗിക്കുന്ന ടൂൾസ് വെച്ചല്ല ഈ ലോകത്തിനെ കാണുന്നത്. അപ്പോൾ ഈ ടൂൾസ് മാറി വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ഇപ്പം നമ്മൾ മതത്തിൻ്റെയും
അതേപോലെ ഇത് കാലഹരണപ്പെട്ട സോഫ്റ്റ്വെയറുകളാണ്. നമ്മൾ ആരും ഇപ്പോൾ വിൻഡോസ് 5 അല്ലെങ്കിൽ വിൻഡോസ് 7 ഒന്നും ഉപയോഗിക്കാറില്ലല്ലോ. അതേപോലെ ഇത് കാലഹരണക്കെട്ടാണെന്ന് മനസ്സിലാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സോഫ്റ്റ്വെയറുകൾ മാറും. പക്ഷെ അതിനെ ഇങ്ങനെ അതിനെ ആൾക്കാർ എടുത്ത് ഉപയോഗിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇപ്പോഴും പലർക്കും ബെനിഫിറ്റുകൾ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ഒരു തലമുറകൾ മാറുമ്പോൾ പക്ഷെ ആ മാറുന്നതിന് ഇതിലെപ്പോഴും കുറേ പേര് വില കൊടുക്കേണ്ടിയും വരും. ഓരോ തലമുറയിലും കുറേ ആൾക്കാർ ഇതിനെതിരെ പ്രതികരിക്കുകയും അതിൻ്റെ ഉള്ളിൽ കുറേ പേര് രക്തസാക്ഷികളായി പോവുകയും എന്നാൽ അതേപോലെ തന്നെ അങ്ങനത്തെ ഇപ്പോൾ ഒരേ സമയത്ത് ഒരു സമൂഹത്തിന് പല വശങ്ങളിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന ശക്തികൾ ഉണ്ടാവണം. അപ്പോഴാണ് അത് സ്വയം ഇത് ശരിക്കും നമ്മളെ കുറച്ച് മനുഷ്യരെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നോ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യവും അല്ല നമ്മൾ ഈ ജീവിക്കുന്ന രാജ്യം എന്ന് പറയുന്നത്. അത് ചെറുപ്പമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കണം. പിന്നെ വേറെ ഒരു ലോകത്ത് ഒരു സ്ഥലത്തും ഒരു സ്ഥലത്ത് ഉള്ളതിനെക്കാട്ടി നല്ലൊരു ഭരണഘടന നമുക്കുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് വർഷങ്ങളായിട്ടൊരു ആഭ്യന്തര കലാപം ഉണ്ടായിട്ടില്ല. ചില മതത്തിന്റെ പേരിലുള്ള സ്പർദ്ധകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വേറെ പല രാജ്യങ്ങളിലും സംഭവിച്ച പോലെ ഒരു സിവിൽ വാർ സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ കുറേ ഇതിന് ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷേ അതേ സമയത്ത് കുറേ മാമൂലുകളും കുറേ പോളിസികളും മാറേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതിന് ജനാധിപത്യത്തിൽ ജനങ്ങൾക്കും ഇടപെടണം. ജനങ്ങൾ ഇടപെടുമ്പോഴും കൂടിയാണ് അങ്ങനത്തെ ഒരു കാര്യം സംഭവിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ മാർട്ടിൻ പറഞ്ഞു നമുക്ക് ഫൺ രീതിയിലുള്ള കാര്യങ്ങൾ അല്ലേ, അതിലേക്കൊന്ന് പോയാലോ. പിന്നെ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണെങ്കിലും പുതിയ പുതിയ പാട്ടല്ലേ പെട്ടെന്നാണ് നിങ്ങൾ ചില സമയത്ത് ഓരോ വരികളും എവിടെയെങ്കിലുമൊക്കെ പോയി ഇരുന്നിട്ടൊക്കെയാണ് ആക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഫണ്ണി ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പെട്ടെന്ന് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? നമ്മളെ ആദ്യം പറഞ്ഞ പോലെയുള്ള ചില തമാശകളുണ്ട്. ഇപ്പോൾ നമ്മളൊരു പെർഫോമൻസിന് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് അവിടെയൊക്കെ ചുറ്റി നടക്കും. അതിപ്പോൾ ഒരു ക്യാമ്പസിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നാട്ടിൻപുറത്താണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും എന്തിനാണ് ഞങ്ങൾ ഇവിടെ വന്നേക്കണെന്നുള്ളത് ഞങ്ങൾ തന്നെ ഒന്നുകൂടി പോയി പരിശോധിക്കും, അന്വേഷിക്കും. അവർക്കൊരു കാരണം ഉണ്ടാവില്ല നമ്മൾ വിളിച്ചേക്കണേന്. അപ്പോൾ അവർ തന്നെ പറഞ്ഞു തരും ഇതെന്തിനാണ് നമ്മളെ വിളിച്ചേക്കണെന്നുള്ളത്. അപ്പോൾ ഒരു ക്യാമ്പസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ കാര്യങ്ങൾ പറയാനുണ്ടാവും. ഇവിടെ ഇങ്ങനെയാണ്, പ്രിൻസിപ്പൾ ഇങ്ങനെയാണ്, ഞങ്ങൾ ഇതിന് ശ്രമിച്ച സമയത്ത് ഇങ്ങനെ പ്രശ്നമുണ്ട് എന്നൊക്കെ ഇവർ നമ്മളോട് കാര്യം പറഞ്ഞു തരും. അല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ മനസ്സിലാവും അവിടുത്തെ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണ് ആ ക്യാമ്പസിൻ്റെ ഉള്ളിൽ പ്രധാനമായിട്ട് നിൽക്കുന്നത്, ഇവിടെ പ്രതിപക്ഷം ഉണ്ടോ, എത്രത്തോളം പ്രതിപക്ഷത്തിന് ബലമുണ്ട്. അപ്പോൾ ഈ പ്രതിപക്ഷം ഇല്ലാണ്ട് ഇത് കൈകാര്യം ചെയ്യണം എന്നുള്ള ധാരണയോട് കൂടിയിട്ട് പോകുന്നൊരു ഭരണപക്ഷമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഭരണപക്ഷത്തെ നമ്മൾ മനസ്സിലാക്കും. എന്നിട്ട് നമ്മൾ അവരോട് പറയും അങ്ങനെയല്ല, പ്രതിപക്ഷം വേണം എന്നുള്ളത്. അപ്പം നമ്മൾ ഓരോ പെർഫോമൻസ് സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ ഉണ്ടാക്കണ നമ്മളവിടെ അത്രയും തുറന്നു നിൽക്കണമെന്ന് ആളുകൾ നമ്മൾ മറ്റേ എന്താ പറയുക ശുദ്ധ സംഗീതത്തിൽ ഒരു പക്ഷേ ശ്രദ്ധയെക്കുറിച്ച് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ പരിശീലനത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റേ എക്സ്ക്ലൂസീവ്നെസ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മളിത്തിരി കുറച്ച് ആ ശുദ്ധ സംഗീതത്തിന് അപ്പുറത്ത് നടക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ നമ്മൾ ഈ മതിൽ ചാടി കിടക്കും, വേലി ചാടി കിടക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മതിൽ പൊളിക്കേണ്ടി വരും, അങ്ങനത്തെ സ്വഭാവത്തിലൂടെ പോകുന്നു. അപ്പം മനുഷ്യരുടെ അടുത്തേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പം അവിടെ നിന്ന് വരികൾ കിട്ടാൻ ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു ആശയം കിട്ടാം. അപ്പം അത് പെർഫോമൻസിൽ എപ്പോഴാണ് വരിക എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ തന്നെ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ എപ്പോഴും നമുക്കൊരു കാര്യത്തിനെ പെട്ടെന്ന് തന്നെ പ്രസന്റ് ചെയ്യാനായിട്ടും പറ്റില്ലല്ലോ. ഇപ്പോൾ ചിലപ്പോൾ ഒരു ഗൗരവമുള്ളൊരു കാര്യത്തിന് ഇപ്പോൾ നമ്മൾ ദൈവങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ കൊല്ലാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടെന്ന്. ഒന്ന് വിചാരിച്ചിട്ട് ഒന്ന് പെട്ടെന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ഒന്ന് 2 ലൈൻ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത്. 2 ലൈൻ അതിന്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരികയെന്ന്. പക്ഷെ ഞാൻ പറയണത് അതിന് അപ്പുറത്തേക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവണമെന്ന്. നമ്മൾ പറയുന്നത് തമാശയെ അല്ലെങ്കിൽ നമ്മൾ നിങ്ങളെ പരിഹസിക്കുകയല്ല, നമ്മളെയാണ് പരിഹസിക്കണമെന്നുള്ളത്, നമ്മളെയാണ് ചോദ്യം ചെയ്യണത്. നീ എന്തൊട്ട് മരപ്പൊട്ടനാടാന്നുള്ളത് എങ്ങനെയാണ് അല്ല ഇതെങ്ങനെയാണ് ഒരു നിങ്ങൾ നിലവിളിക്കണു ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം മെമ്മറി നഷ്ടപ്പെട്ടിട്ടുള്ളവരാണ്. നമ്മൾ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഇവിടെ കിടന്ന് നമുക്ക് ആർക്കും അറിയാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നല്ലോ. ആ സിറ്റുവേഷൻ നമ്മൾ മറികടന്ന് നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾ മറികടന്നിടത്ത് അതുവരെയും പരിഹസിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ടിരുന്ന ചെറുപ്പക്കാരാണ് ഓടി വന്നിട്ടുള്ളത്. അന്ന് മറ്റതുവരെയും കുഴപ്പക്കാരായിട്ട് കണ്ടിട്ടുള്ള കുറ്റവാളികളായിട്ട് കണ്ടിട്ടുള്ള ടിപ്പർ ഡ്രൈവർമാര്, വലിയ ട്രക്കുകൾ ഓടിക്കുന്നവർ അവർ വന്നിട്ടുണ്ട്. വളരെ മോശക്കാരായിട്ട് നമ്മൾ അതുവരെ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ ഇവർക്ക് വേറെ നിറാണ് മണാണ് ഇതാണ് ഞങ്ങളതുപോലെ എന്ന് പറഞ്ഞ കടപ്പുറത്തു നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ 4500 മത്സ്യത്തൊഴിലാളികൾ വന്നു എന്നാണ് പറയണത്. നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ രക്ഷകരാണെന്നാണ് പറഞ്ഞത്. ഈ 4500 മനുഷ്യർ പിന്നെ എവിടെ പോയി? അല്ലെങ്കിൽ ആ ചെറുപ്പക്കാർ വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും മോശക്കാരായി വന്നില്ലേ? അപ്പോൾ
ഈ പറയുന്ന അപ്പോൾ ഇതിങ്ങനെ മാറിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വരണമല്ലോ ശരിക്കും, എന്നാൽ മാത്രമാണ് നമ്മുടെ നാട്ടിലെ എല്ലാം കൂടി ഒരു യൂണിറ്റി, ഒരു ഇക്വാലിറ്റി വരുന്നുള്ളൂ എന്നുള്ളതാണ് കോമൺ ശത്രുവിനെതിരെ ഒരുമിക്കുക എന്നുള്ളത് ഓരോ ജോഗ്രഫിയിൽ ജീവിക്കുന്ന ആൾക്കാരും ചെയ്യുന്നതാണ്. പൊതുശത്രു വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം മറന്ന് ഒരുമിക്കും. അതാണ് നമ്മുടെ നാടിന്റെ ഒരു ഗുണം. അല്ല, അപ്പൊ അത് ഞാൻ പറഞ്ഞു വന്നത് തന്നെയാണ്. അതായത് നമ്മൾ ദൈവമേ എന്ന് വിളിക്കുന്ന സമയത്ത് വന്നിട്ടുള്ള മനുഷ്യന്മാരാണല്ലോ. ആ മനുഷ്യര് പിന്നീട് അവിടെ പോയി എന്നുള്ളതും. അപ്പം നമ്മൾ ഈ ദൈവസങ്കല്പം പറയുന്ന സമയത്ത് ദൈവം ഇല്ല എന്നോ അല്ലെങ്കിൽ ദൈവത്വം നമ്മളില്ല എന്നതൊന്നുമല്ല. ദൈവത്വം നല്ലത് എന്തിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളുള്ള നല്ല വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് ധാരണയുണ്ടോ? അതെങ്ങനെയാണത്? അത് പ്രയോഗത്തിൽ വരുമ്പോൾ എന്താ ചെയ്യണം എന്നുള്ളത് അറിയോ? അപ്പുറത്ത് അതുപോലെ സ്വാതന്ത്ര്യമുള്ള ഒരാളിരിക്കണം എന്നുള്ളത് അറിയോ? നിങ്ങൾ സമത്വത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയോ? അത് ഏത് മതമായിക്കോട്ടെ, അത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസം ഉണ്ടാവുന്നു. ഇതാണ് സമത്വം എന്ന് പറയുന്ന സങ്കല്പം. ഇത് പ്രയോഗത്തിലേക്ക് വരണ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ഇന്ന കാരണങ്ങളുടെ പേരിൽ നമ്മുടെ വിശ്വാസമുള്ള ഒരാളല്ലെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ നമ്മുടെ ലുക്ക് ആൻഡ് ഫീൽ ഉള്ള ആളല്ലെങ്കിലും, നമ്മുടെ സാമൂഹിക സെറ്റപ്പുള്ള ഒരാളല്ലെങ്കിലും അയാളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സമത്വം അതാണ്. സാഹോദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. വേറെ വിശ്വാസം ഉണ്ടാവാം, വേറെ ധാരണകൾ ഉണ്ടാവാം, പക്ഷെ അവരെ പുറത്താക്കല്ല. അത് വേറെ ജെൻഡർ ആയിരിക്കാം, നമുക്കറിയാത്ത ഒന്നായിരിക്കാം, പക്ഷെ അതിനെ ചേർത്ത് പിടിക്കാൻ പറ്റണം. അല്ലെങ്കിൽ നീതി തുല്യത എന്ന് പറയുന്നത് അവസരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഒക്കെ നിങ്ങൾക്ക് പരസ്പരം നിങ്ങൾക്ക് ധാരണ ഉണ്ടാവണം. എന്നെക്കാളും കൂടുതൽ അവനത് ആവശ്യമുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അവിടെ വളരെ എക്സ്ക്ലൂസീവായിട്ട് തന്നെ അവിടെ അതിന് പരിഗണിക്കേണ്ടി വരുന്നു. പക്ഷേ നമ്മൾ പറയുന്നത് ഇൻക്ലൂസീവ്നെസ്സിനെ കുറിച്ച് പറയണത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വെക്കുന്ന ഈ മതങ്ങളുടെ മൂല്യങ്ങളെ ഇത്തരം കാര്യങ്ങളായിട്ടൊന്ന് വെച്ചുമാറി നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഈസി ആവുന്നു. കാരണം മനുഷ്യര് മതത്തിനെ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് മനുഷ്യർ മുഴുവൻ ക്രൂരന്മാരാണെന്നോ മണ്ടന്മാരാണെന്നല്ല. അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നവരാണല്ലോ ഈ നമ്മളെയൊക്കെ പാവങ്ങളായിട്ട് നിർത്തുന്നത്. ഈ പാവങ്ങൾ ബലപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ ചോദ്യം ചെയ്യും, തീർച്ചയായിട്ടും ചോദ്യം ചെയ്യില്ല. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ബുദ്ധി കൊണ്ട്, അറിവ് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ മറികടക്കെന്ന് പറയേണ്ടി വരണം. അംബേദ്കറിന് അങ്ങനെ പറയേണ്ടി വരണം അതുകൊണ്ടാണല്ലോ. അല്ലാണ്ട് വെറുതെ നിങ്ങളിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കണ്ട ഈ നടക്കണ കാര്യമല്ല. അല്ലെങ്കിൽ കടവുളില്ലേ എന്ന് മറ്റേ പെരിയോറിന് അങ്ങനെ ഉറപ്പിച്ച് പറയേണ്ടി വരണത് അത് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് കൂടിയാണെന്ന്. എന്നിട്ട് ബാക്കിയുള്ളവർ, അപ്പോൾ നാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യൻ എന്നുള്ളതാണ്. സഹോദരനായി ഇപ്പം പറഞ്ഞിട്ടുള്ളത് ഒരു ജാതിയും വേണ്ട, ഒരു മതം വേണ്ട, ഒരു ദൈവം ഇല്ല മനുഷ്യൻ എന്നുള്ളതാണെന്ന്. രണ്ടുപേരും ജീവിച്ചു മരിച്ചുപോയി, രണ്ടുപേരും തിരിച്ചു വന്നിട്ടില്ല. ഒരാളെങ്കിലും വന്നിട്ട് പറയുകയാണെ ഞാൻ പറഞ്ഞതല്ലേ കറക്റ്റ് എന്ന് ചോദിക്കാനായിട്ട് ഏതെങ്കിലും ഈ പറയണ്ടേ? അപ്പൊ നമ്മൾ ഇതിനെ ഫണ്ടും കൂടി ഇല്ല ഇതില്. അല്ലാണ്ട് നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നമാവെന്ന് പറഞ്ഞു ഇതൊരു തമാശയില്ല ഇതില്. അല്ലെങ്കിൽ നമ്മള് മറ്റേ ഈ കോടിക്കണക്കിന് വർഷം പഴക്കമുള്ളതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. നമുക്ക് 100 കൊല്ലം മുമ്പ് അറിയില്ലായിരുന്നു എന്ന്. പക്ഷെ ആ മനുഷ്യരെന്നെ തേടിയെന്ന് നമ്മളെവിടുന്ന ഇങ്ങനെ ചോദിച്ചു വന്നപ്പോൾ കണ്ടുപിടിച്ചിട്ട് ഇപ്പം നമുക്കറിയാം. മനുഷ്യർ വന്നിട്ട് കുറച്ച് ലക്ഷക്കണക്കിന് വർഷങ്ങൾ, അപ്പോഴും ലക്ഷക്കണക്കിന് വർഷങ്ങളുണ്ടെന്ന്. നമ്മൾ 2000 കൊല്ലോ 3000 കൊല്ലോ 5000 കൊല്ലോ 7000 കൊല്ലത്തിന് കഥയും പറഞ്ഞുകൊണ്ടാണ് നമ്മളിരിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ മറ്റേ ഇതുപോലെ ആവണം, അല്ലെങ്കിൽ നിങ്ങളൊരു നല്ല ഗുരു ആവണ സമയത്ത് നമ്മുടെ ദ്രോണാചാര്യ അവാർഡാണ് കൊടുക്കുന്നത്. ദ്രോണാചാര്യര് എന്തിനു പഠിപ്പിച്ചിട്ടുള്ളത്? ആര് പഠിപ്പിച്ചിട്ടുള്ളത്? ഉള്ളവരെ പഠിപ്പിച്ചു. പാണ്ഡവരെയും കൗരവരെയും പഠിപ്പിച്ചു. 2 കൂട്ടരും രാജകൊട്ടാരത്തിലുള്ളവരാണല്ലോ. പഠിക്കാനായിട്ട് ഒളിച്ചു നിന്ന് പഠിച്ചിട്ടുള്ള ഏകലവന്റെ വിരലെടുത്ത് കൊണ്ടുപോയി മൂപ്പരുന്നു. അത് പാവായിരുന്നു. അതിന് വരാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാട്ടി കിടക്കണ ഒരു നിഷാദ കുലത്തിൽപ്പെട്ട ഒരാൾ വന്നിട്ട് അയാൾ ഒളിച്ചു നിന്ന് പഠിച്ചു പോയതിന്റെ പേരിൽ വിരൽ ചോദിച്ചപ്പോൾ കൊടുക്കേണ്ടി വന്നു. കൊടുത്തതിന്റെ പേരിൽ അവൻ ഭയങ്കരനായി, നല്ല വിദ്യാർത്ഥിയായി. ഇയാള് ഗുരു ഇതിന് അർഹനാണ്. അപ്പൊ ഇതുപോലെയാണല്ലോ നമ്മുടെ മൂല്യം, അല്ലെങ്കിൽ നമ്മുടെ മൂല്യങ്ങളെ മുഴുവൻ ഉറപ്പിച്ചു വെച്ചേക്കണ നമ്മളെ കണക്ട് ചെയ്യുന്ന മിത്തുകള്, അത് മിത്തുകളായിട്ട് കാണാൻ പറ്റിയില്ല. അത് ചരിത്രമായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുട്ട് പറയണത്? നമുക്കറിയാവുന്ന മഹാബലി അടിപൊളി ആളല്ലേ? മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആവണമെന്ന് വിചാരിച്ചിട്ട് അതിനു വേണ്ടി പണിയെടുത്തിട്ടുള്ള ആളാണല്ലോ. ആളെ ചവിട്ടി താഴ്ത്തിയിട്ടുള്ള ആളാണ് വാമനൻ. അത് നിങ്ങൾ ഏത് അവതാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കതൊരു കഥയായിട്ട് വിശ്വസിക്കുമ്പോഴും, അല്ലെങ്കിൽ അങ്ങനെ ആവുമ്പോൾ ഞങ്ങൾ ലോജിക്കലി ചിന്തിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അത്രയും വലിയ ഇമോഷണൽ കണക്ഷൻ ഒന്നും ഇല്ല ഈ പറയുന്ന ദൈവത്തിനോട്. കാരണം മറ്റേ ആള് മൂല്യം എന്ന് പറഞ്ഞിട്ട് ആൾ വെച്ചിട്ടുള്ളത് സമത്വത്തെ കുറിച്ചാണ്. കാലികൾക്ക് കൂടി ആലയം ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. സ്ത്രീകൾക്കും പുരുഷനും തുല്യമായിട്ടുള്ള അവകാശം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. വിദ്യാലയങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. കള്ളവുമില്ല ചതിയുമില്ലാത്തൊരു സമൂഹം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. അങ്ങനത്തെ ഒരാളെ ചവിട്ടി താത്തിയിട്ട് അയാൾ വേറെ ഉദ്ദേശമായിട്ട് വന്നിട്ടുള്ള ആളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് നമ്മുടെ കുട്ടിക്ക് അത് കഥയിൽ ചോദ്യമില്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങുന്ന സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്ത് നമുക്ക് ഞാൻ ആരുടെ കൂടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉറപ്പുണ്ടല്ലോ നമ്മൾ മനുഷ്യരുടെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ചില മൂല്യങ്ങളുള്ളവരുടെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇനി ഒന്ന് വെച്ച് മാറി നോക്ക്. യെസ്, അതാണ് നിങ്ങൾ ഈ ഇരിക്കുന്ന വെച്ച് മാറി നോക്ക്. ഒന്ന് വീട് വൃത്തിയാക്കി അടിച്ചു വാരി തുണി അലക്കി പാത്രം മോറി നോക്ക്. ഒന്ന് റോഡിലുള്ള കുപ്പ മുഴുവൻ വാരി എടുത്ത് ഓരത്തുള്ള പെട്ടിയിലിട്ട് നോക്ക്. ഇരിക്കുന്ന കോട്ട കൊത്തളത്തിൽ നിന്നിറങ്ങി തെരുവിൽ വന്നു നോക്ക്. ഒന്ന് വെച്ചു മാറി നോക്ക്. ഒന്ന് വെച്ചു മാറി നോക്ക്. അടിപൊളി. ഇതിപ്പോ ആക്കിയതാണോ? എങ്ങനെയാണ് പാട്ടുണ്ടാകുന്നത്, പാട്ടുണ്ടാകുന്നുള്ളതിന്റെ ഒരു ലൈവ് അല്ല ഒരു സംഭവമാണ് ഇപ്പൊ നിങ്ങൾ കാണിച്ചത്. അപ്പോൾ ഒരു ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുകയാണ്. ഇപ്പൊ ഒരു യമുന നദി പ്രശ്നം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇല്ലേ? അപ്പൊ അതില് ഇപ്പൊ ഒരു ഭാഗം യമുന നദീനെ ഒന്ന് നടുക്കിലൂടെ ഇതാക്കിയിട്ട് ഇപ്പുറത്ത് ഫിൽട്ടർ ചെയ്തിട്ട് അവിടെ ഒരു പൂജ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സംഭവം, അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്ററിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു സംഭവം മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇപ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. അത് നിങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഞാൻ വളരെ എൻ്റെ ചോദിക്കാൻ പാടില്ല. ഇതാണ് മൂപ്പര് പറയണത്. എനിക്ക് എന്തൊക്കെ വേണമെങ്കിൽ ആവാം, നിങ്ങൾക്ക് ഇങ്ങനെയായാലും മതി. നിങ്ങളിത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾ ആ തീട്ട വെള്ളത്തിൽ അങ്ങനെയാണല്ലോ പറയേണ്ടത്. എല്ലാ അഴുക്കുചാലുകളും വെച്ചേക്കണ ഇതിലേക്കാണല്ലോ. അത് അവിടുത്തെ മാത്രമൊന്നുമല്ല, ഷിറ്റ് വാട്ടർ തന്നെയാണെന്ന്. അത് നമ്മുടെ നാട്ടിൽ ഏത് അരുവിയുടെ ഓരത്ത് ജീവിക്കുന്ന ആളുകളും അവരുടെ ഒട്ടുമുക്കാൽ സ്ഥലങ്ങളിലും വേസ്റ്റ് വെള്ളം മുഴുവൻ വന്ന് ചാടുന്ന ഈ പറയുന്ന തോട്ടിലേക്കോ അങ്ങനത്തെ പറയുന്ന ഒരു പൊതുവായിട്ട് മനുഷ്യർ ഇടപെടാൻ സാധ്യതയുള്ള ആ വെള്ളത്തിലേക്കോ ഇവിടേക്കൊക്കെ തന്നെയാണ് കൊണ്ടിടുന്നത്. ഇതിപ്പോൾ എന്താ പറയണ്ട സവിത ഇതിനെ കുറിച്ചൊക്കെ? ഇപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ ഞങ്ങൾ തൃശ്ശൂരത്തെ MP എന്ന് പറയണത്, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള MP എന്ന് പറയുന്നത് പ്രശസ്ത സിനിമാ നടനായിട്ടുള്ള സുരേഷ് ഗോപിനെയാണ്. അദ്ദേഹം മത്സരിച്ചിട്ടുള്ള പാർട്ടി ഏതാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ അവിടെയുള്ള മനുഷ്യർ ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തിരഞ്ഞെടുത്തിട്ടുള്ള ഒരാളായിട്ടാണ് അങ്ങനെയാണല്ലോ വന്നിട്ടുള്ളത്. ആളിപ്പോൾ എന്തിട്ട് ചെയ്യണത്? ആള് കലിങ്കുമ്പ കയറി ഇരുന്നിട്ട് ആള് വിചാരിക്കുന്ന ആള് രാജാവാണെന്നാണ് വിചാരിക്കുന്നത്. ആള് രാജാവാണെന്ന് വിചാരിച്ചിട്ട് ഒരാൾ മനുഷ്യരോട് ഇടപെടുകയാണ്. അല്ലെങ്കിൽ ഈ ജീവിതം ഒന്നല്ല എനിക്ക് ശരിക്കും വേണ്ടത്, അടുത്ത ജീവിതത്തിൽ കുറെ കൂടി ഞാൻ ശുദ്ധ ആയിട്ടുള്ള ഒരു ബ്രാഹ്മണനാവണം എന്ന് വിചാരിക്കുകയാണെന്ന്. അപ്പോൾ തെറ്റുകളൊന്നും ഇല്ലാത്തവനാണ് ബ്രാഹ്മണൻ. അപ്പോൾ ദൈവത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവനാണ് ബ്രാഹ്മണൻ. അയ്യപ്പൻ എൻ്റെ ബ്രദറാണ്. ഇതൊക്കെ നമ്മൾ ഞാൻ ഇതൊക്കെ വീട്ടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നീ ഇത് പറഞ്ഞു നോക്ക്, അല്ലെങ്കിൽ ഇവരാരെങ്കിലും പറഞ്ഞു നോക്ക്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പറയാം അതെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ മെച്ചപ്പെടും. അപ്പോഴാണത് മറ്റേത് കൈയടിക്കുന്ന ആൾക്കാരുണ്ടെന്ന്. അപ്പം അതുപോലെ ഒരു രാജ്യത്ത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അവിടെ ഓരോരുത്തർക്കും തുല്യമായിട്ട് അവകാശമുണ്ട്. നമ്മൾ ഈ പറയുന്ന ആ ജനാധിപത്യത്തിൻ്റെ സങ്കല്പം, ആ ഭംഗി എന്ന് പറയുന്നത് തന്നെയാണല്ലോ. ഏതൊരു മനുഷ്യനും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ അധികാര സ്ഥാനത്തിലേക്ക് എത്താം. അത് പക്ഷേ തെരഞ്ഞെടുപ്പിലൂടെയാണ്. മനുഷ്യർ നിങ്ങളെ തിരഞ്ഞെടുക്കുമ്പോഴാണ്. ഈ മനുഷ്യർ തിരഞ്ഞെടുക്കുന്നത് പ്രതീക്ഷയോട് കൂടിയാണല്ലോ. ഒരു കാര്യം മെച്ചപ്പെടണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ അത് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകൾ, അത് ഇന്ന അധികാരത്തിലിരിക്കുന്ന പാർട്ടി എന്നുള്ളതിനേക്കാളും അധികാരത്തിലിരിക്കുന്നവരെപ്പോഴും കൂടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആരുടെ കൂടെയാണ്? ധനമുള്ളവരുടെയും ബലവാന്മാരായിട്ടുള്ള ആൾക്കാരുടെ കൂടിയാണ്. നമ്മൾ അല്ലാതെ മനുഷ്യരെ ഈ പാവങ്ങളുടെ കയ്യിൽ നിന്ന് അവർക്ക് വേണ്ടതെന്നാണ് വോട്ട് മാത്രമാണ്. പിന്നീട് ഞാൻ എക്സ്ക്ലൂസീവും നിങ്ങൾ വേറെ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് വേണ്ടതൊക്കെ എന്നാൽ അവർക്ക് നമ്മളെ പറ്റിക്കാനായിട്ട് ഈ പറയുന്ന ടാർപോളിൻ ഇട്ടിട്ടുള്ള കാവേരിയിലാണ് മുങ്ങണ എന്നുള്ള അല്ലെങ്കിൽ ഗംഗാജലത്തിലാണ് മുങ്ങണ എന്നുള്ളത് കാണിക്കില്ല എന്ന്. അവിടെ ക്ലോസപ്പിൽ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ വെള്ളം ഒഴിക്കുന്നു, മറ്റേ ക്യാമറയിൽ മറ്റേ സൂര്യൻ അവിടെ നിൽക്കണു, നമ്മളിവിടെ നിൽക്കണു, ഏറ്റവും നല്ല ഷോട്ട്. മറ്റേ അവിടെ പാവങ്ങൾ അഴുക്ക് വെള്ളത്തിൽ നിന്ന് ചെയ്യണതും നിങ്ങളും ഇത് എല്ലാം ഒന്ന് തന്നെയാണെന്നുള്ള ബോധിപ്പിക്കൽ ഇപ്പുറത്ത് മാധ്യമങ്ങളിലൂടെയും മറ്റു സംവിധാനങ്ങളിലൂടെയും ഈവൻ സ്റ്റേറ്റിൻ്റേതായിട്ടുള്ള എല്ലാ സ്ഥലത്തു കൂടെ നിങ്ങളത് പ്രൊമോട്ട് ചെയ്യുന്നു.
അപ്പോൾ നിങ്ങൾ നിരന്തരമായിട്ട് കള്ളം പറഞ്ഞ് ഒരു ഇല്ലാത്തൊരു ലോകത്തെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ജീവിച്ചിരിക്കണം നമ്മൾ തുറന്ന് സംസാരിക്കണം. നമ്മുടെ മക്കളൊന്നും അങ്ങനെ, നമ്മളോ ഇങ്ങനെ വളർന്നു വന്നിട്ടുള്ളവരാണ്, നമ്മുടെ മക്കളൊന്നും ഇങ്ങനെ ഒരു ലോജിക്കും ഇല്ലാതെ അന്ധവിശ്വാസികളായിട്ട് കുറേ അധികാര സ്ഥാനത്തിരിക്കുന്ന ഏറ്റവും മുഴുപ്പുള്ളവനും ഏറ്റവും വലിപ്പമുള്ളവൻ്റെ അടുത്ത് കീഴടങ്ങി ജീവിക്കേണ്ടവരാണ് നമ്മളെന്നുള്ളത് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, താല്പര്യപ്പെടുന്നില്ല. എതിർക്കാനായിട്ടും ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടും അതിൻ്റെ ഏറ്റവും നല്ല മാധ്യമമാണ് നമ്മൾ കൈകാര്യം ചെയ്യണുള്ളൂ. നമ്മൾ ആളുകളെ കൊല്ലുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, തുറന്ന് സംസാരിക്കുന്നതിനെ കുറിച്ചല്ലേ പറയണത്. നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലേ. അത് ഇനിയുള്ള ജനതയ്ക്ക്, ഇനി വരാൻ പോകുന്ന ജനറേഷനും എല്ലാവരും തുറന്ന് സംസാരിക്കാൻ പറ്റട്ടെ. ഈ സമൂഹത്തിൽ കുറേയധികം ഊരാളിമാരുണ്ടാകട്ടെ, ഇല്ലെങ്കിൽ കഷ്ടപ്പെടും. പക്ഷെ അതുണ്ട് കേട്ടോ, അതുണ്ട്, ശരിയാ. ഒരുപാട് പേരുണ്ട്. ഇപ്പൊ അതാ പറഞ്ഞത്, ഇപ്പൊ നമ്മൾ വേടന് മുമ്പ് പരാമർശിച്ചു പോയി. അതുപോലെ നമ്മൾ എവിടെ ചെല്ലുമ്പോഴും ഇപ്പോഴും അതെ, നിങ്ങൾ കുറേ അധികം ആൾക്കാരെ കാണുന്നുണ്ടാവുമല്ലോ. കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു കൗതുകം കൂടിയാണത്, അല്ലെ നമ്മളുടെ ഒരു മൂലധനമാണതെന്ന്. അല്ലാണ്ട് നമ്മൾ ഒളിവിലിരുന്നിട്ട് ചെയ്യുന്ന പ്രവൃത്തിയല്ല. സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ നിന്നും കൂടിയാണ് നമുക്ക് ഈ പറയുന്ന ധൈര്യം കിട്ടുന്നത്. കാരണം അവിടെ കുറെ ഊരാളികൾ ഇരിക്കുന്നുണ്ട്. ആർട്ടിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പരസ്പരം, നമ്മളിപ്പം പരസ്പരം ഇൻസ്പയർ ചെയ്യാവുന്ന ഒരു കാര്യത്തിലാണ് ഇത് മുഴുവൻ നിൽക്കുന്നത്. അല്ല പരസ്പരം ഡീമോട്ടിവേറ്റ് ചെയ്യുക, അല്ലെ പരസ്പരം തരം താഴ്ത്തുക എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്രിയേറ്റീവായിട്ടൊന്നും സംഭവിക്കില്ല. അപ്പോൾ പുതുതായിട്ടൊന്നും സംഭവിക്കില്ല. ഈ പഴയ മാമൂലുകൾ ഇങ്ങനെ ഓടിച്ചു പോകാന്നുള്ളതേ ഉള്ളൂ. അത് കുറച്ച് കഴിയുമ്പോൾ ടയറൊക്കെ തേഞ്ഞ് അതവിടെ കിടക്കും. പക്ഷെ നമ്മളൊരു ഈ പറയുന്ന പോലെ നമ്മൾ ഇതിനൊക്കെ വിമർശിക്കുന്ന സമയത്തും ഇതിനെ നന്നായി വിശ്വസിക്കുന്ന മനുഷ്യരും നമ്മുടെ സുഹൃത്തുക്കളാണ്. അവരോട് തന്നെയാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നത്. അല്ലാണ്ട് നമ്മളങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു വിഭാഗത്തിന് അടർത്തി മാറ്റി കൊണ്ടുപോയിട്ട് വേറൊന്നും ആക്കണതിനെ കുറിച്ചല്ല. ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുകയാണ് നമ്മൾ. ഇവർ ചോദിക്കുന്ന ചോദ്യം പ്രസക്തമാണല്ലോ, എന്താണ് ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു മാറ്റം ഉണ്ടാവുന്നുണ്ടെന്ന്. ഈ മാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാണ്ട് നമ്മളെ മനുഷ്യർ നോക്കിയിട്ട് ഇതേ കണ്ടോ അവർ കറക്റ്റാണ്, അവർ പക്കയാണ്, അവർ മുഴുവൻ ശരിയാക്കിയിട്ട് പോകുള്ളൂ എന്ന് വിചാരിക്കണതിനെ കുറിച്ചല്ല നമ്മൾ പറയണത്. നമുക്ക് മനസ്സിലായിട്ടുള്ള ഇടത്ത് നമ്മൾ ശ്രമിക്കുകയാണ് ഒരു മാറ്റം ഉണ്ടാകാനായിട്ട്, നമ്മളിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മളും അതെ, എവിടെയെങ്കിലും കെട്ട് നിന്ന് പോകണം എന്നുള്ള നമ്മൾ ആഗ്രഹിക്കുന്നില്ല, മുന്നോട്ട് പോകണം തന്നെയാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും. അപ്പൊ ചോദ്യങ്ങൾ നമ്മളോട് മാത്രമല്ല, പുറത്തേക്ക് മാത്രമല്ല, നമ്മളോടും ചോദിക്കേണ്ടെന്ന്. നമ്മളോട് നമ്മൾ ചോദിക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റം. അപ്പം നമ്മളൊരു ചെയ്യുന്ന കാര്യത്തിന് മെച്ചപ്പെടുത്താനായിട്ട് ഈ ചോദ്യം ചെയ്യലുണ്ട്. അപ്പം അത് ആത്മവിമർശനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്നായില്ലേ, സ്വയം വിമർശനം എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് നമ്മളെ വിമർശിക്കാനുള്ള സ്പേസും വെക്കുന്നുണ്ടെന്ന്. അപ്പം അത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവണത്, അല്ലെങ്കിൽ ആർട്ട് ചെയ്യുമ്പോഴാണ് മനസ്സിലാവണത്. ഒരു മ്യൂസിക്കിൽ നമുക്ക് എന്തായാലും ഇത് കേൾക്കണം, എനിക്ക് പാടണം എന്നുണ്ടെങ്കിൽ ഇത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തെറ്റായിരിക്കും ചിലപ്പോൾ പാടുണ്ടാവുക, പിച്ച് തെറ്റിയിട്ടുണ്ടാവും, താളം തെറ്റിയിട്ടുണ്ടാവും. തിരിച്ച് അതെ പുള്ളിക്ക് അതെ മനസ്സിലാവണം, ഞാൻ തെറ്റാണോ ശരിയായിട്ടാണോ ഞാനിതിനെ കേൾക്കുന്ന പോകണമെന്നുള്ളത് പുള്ളിക്ക് മനസ്സിലാവണം. അത് തന്നെയാണ് അവിടെ ഇരിക്കുന്ന ആൾക്കും. ഇനി ഈ അനുഭവം തന്നെയാണ് ഒരു പ്രേക്ഷകന് കിട്ടുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഒരു കാഴ്ചക്കാരന് കിട്ടുന്നതും. അയാൾ ഈ ഓരോ ഇൻസ്ട്രുമെന്റിന്റെ ഉള്ളിൽ നിന്നുണ്ടാക്കുന്ന ശബ്ദങ്ങൾ എന്താണ്, അതിൽ പ്രയോഗിക്കുന്ന ആളുടെ ഒരു ആ എനർജിക്ക് ഇതുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട്, ഇത് തന്നെയാണല്ലോ എൻ്റെ. അപ്പൊ അയാൾ നിന്ന് കൊട്ടുണ്ടാവുന്നു, ഇയാൾ ഡാൻസ് കളിക്കുന്ന ആളും ആളുടെ മൂവ്മെന്റ്സ് ആയി അപ്പൊ ഇയാളും കൊട്ടുണ്ട്. അവിടെ ഇൻസ്ട്രുമെന്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആളും കൊട്ടുണ്ട്, അത് ഡാൻസ് ആണ്. അങ്ങനെയാണല്ലോ. അപ്പൊ ഇതൊക്കെയാണ് ഈ ആർട്ട് ത്രൂ നമ്മളൊരു എക്സ്ട്രീമിസ്റ്റുകളായിട്ട് സമൂഹം കാണണമെന്നോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിൽ അത് പുറത്തേക്ക് വരണം എന്നുള്ളതൊന്നല്ല ഉദ്ദേശിക്കണമെന്ന്. ഇത് ഫൺ, ജസ്റ്റ് എ ലൈഫ്, വൺ ലൈഫ്. ഇത് രസാവട്ടെ. ഇത് അല്ലാണ്ട് ഇത് എന്തിട്ട് ആകത്തേക്കും തിരക്കും ആളുകൾ വാളെടുത്തിട്ട് നിന്റെ മതം വേറെ, നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേടിച്ച് ഒളിച്ചിരുന്ന് നമ്മുടെ മക്കളെ കൊണ്ട് ഒളിപ്പിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയണത്. അല്ല, ഇനിയപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ അല്ലേ, കുറേയധികം ഊരാളുകൾ ഉണ്ടാവട്ടെ. ഇപ്പം തന്നെ ഉണ്ട് അല്ലേ, കുറേയധികം ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇനിയും മാറ്റം ഉണ്ടാകട്ടെ. ഇപ്പം നമ്മളുടെ കുട്ടികളെയാണെങ്കിലും വരാൻ പോകുന്ന ജനറേഷനാണെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. ഇപ്പോൾ കഴിഞ്ഞ പോയ ജനറേഷനെ പോലെ ആകല്ലേ. അപ്പോൾ എന്തായാലും നല്ല നല്ല ചേഞ്ചസ് ഉണ്ടാവട്ടെ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് സുധീഷ് ഏത് പാട്ടാണ് വേണ്ടത്? കഷ്ടപ്പെട്ട പാട്ടാണോ അതോ ചാക്കാരയാണോ? സുധീഷ് പറയണം. നമ്മുടെ അടുത്ത് വരാൻ പോകുന്ന പാട്ടാണെന്നുള്ള രീതിയിൽ കേൾക്കാത്തൊരു പാട്ട്. അപ്പോൾ നമ്മൾ ആരും കേൾക്കാത്ത ഒരു പുതിയ പാട്ടാണ് നമുക്ക് ഊരാളി സവി ടോക്സിൽ പാടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, റെഡി. ഇത് ഞങ്ങൾ തന്നെ കുറച്ച് നൊസ്റ്റാൾജിയ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മൾ തന്നെ ഒരു നൊസ്റ്റാൾജിക്കുള്ളൊരു പാട്ട് വേണം. അപ്പോൾ നമ്മൾ സ്വതവേ പാട്ടുണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഈ ആഗ്രഹം വെച്ചുകൊണ്ട് നമ്മൾ ചില ആശയങ്ങൾ പറഞ്ഞു നോക്കും. പിന്നെ ഷാജിയേട്ടനുണ്ട്, ഷാജിയേട്ടനാണ് ഈ വരികളൊക്കെ ഇങ്ങനെ കോർത്തിണക്കുന്ന ഒരാൾ. പിന്നെ രാജേട്ടനുണ്ട്, അങ്ങനെ കുറച്ച് ആളുകളും കൂടി ഉണ്ട്, ഞങ്ങൾ മാത്രമല്ല.
അപ്പൊ ഷാജിയേട്ടൻ എഴുതിയിട്ടുള്ളതാണ് ഈ വരികൾ കേട്ടോ. അന്നു നമ്മൾ ഒന്നിച്ചിരുന്നൊരാ കാലം മറന്നുപോയോ, അത് ഓർമ്മയിൽ ഇന്നും പച്ച പിടിച്ചൊരു നീലമേലെ വാനം. ആ മാനത്തിൻ ചോട്ടിൽ നമ്മൾ തനിച്ചെന്നു ലോകം മറന്നിരുന്നു. അന്തിമയക്കത്തിൻ മഞ്ഞ വെളിച്ചത്തിൽ നമ്മൾ നനഞ്ഞിരുന്നു. അന്നു നമ്മൾ ഒന്നിച്ചിരുന്നൊരാ കാലം മറന്നുപോയോ, അത് ഓർമ്മയിൽ ഇന്നും പച്ച പിടിച്ചൊരു നീലമേലെ വാനം. ആ മാനത്തിൻ ചോട്ടിൽ നമ്മൾ തനിച്ചെന്നു ലോകം മറന്നിരുന്നു. അന്തിമയക്കത്തിൻ മഞ്ഞ വെളിച്ചത്തിൽ നമ്മൾ നനഞ്ഞിരുന്നു. അന്നവിടെ ഇരുകര കെട്ടി തടന്തല്ലിയാർത്തൊരാ പുഴയും മെലിഞ്ഞു പോയി. തീരം പരക്കെ തണലു വിരിച്ചൊരാ മരവും മറഞ്ഞു പോയി. ഇരുകര കെട്ടി തടന്തല്ലിയാർത്തൊരാ പുഴയും മെലിഞ്ഞു പോയി. തീരം പരക്കെ തണലു വിരിച്ചൊരാ മരവും മറഞ്ഞു പോയി. ആ മരച്ചില്ലയിൽ കൊക്കുരുമാറുള്ള കിളികളെ ഓർമ്മയുണ്ടോ, അവ പാടി പറഞ്ഞതും പാറി പറന്നതും ഇന്നലെ എന്ന പോലെ. ആ മരച്ചില്ലയിൽ കൊക്കുരുമാറുള്ള കിളികളെ ഓർമ്മയുണ്ടോ, അവ പാടി പറഞ്ഞതും പാറി പറന്നതും ഇന്നലെ എന്ന പോലെ.